يا حامل القرآن قد خصك الرحمن بالفضل والتيجان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على رسوله الأمين وعلى آله وصحابه المتبعين صلاة وسلاما دائمين متلازمين في كل وقت وحين. മീസാൻ സബക് നമ്പർ 5. കഴിഞ്ഞ പാഠത്തിൽ നാം 14 സീഗകൾ പഠിച്ചു. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഇനി ഈ 14 സീഗകൾക്കും ഓരോ പദത്തിനും ഓരോ സീഗക്കും ഓരോ പേര് പറയാനുണ്ട്. പേര് എന്ന് പറഞ്ഞത് തുടങ്ങിപ്പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ആ പേരാണ് നാം ഇന്നത്തെ പാഠത്തിൽ പഠിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ചില പദങ്ങളുടെ അർത്ഥം പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചാൽ മാത്രമാണ് ഈ 14 സീഗകളിലെ ഓരോ സീഗക്കും നമുക്ക് പേര് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി പറയുന്ന പദങ്ങളും അതിൻ്റെ അർത്ഥവും നോട്ടിൽ എഴുതി പഠിക്കൽ അത്യാവശ്യമാണ്. വഹ്ദാൻ, ഒരാൾ. തസ്നിയ, രണ്ടാൾ. ജംഅ്, കുറേ ആൾ. മുദക്കർ, പുരുഷൻ. മുഅന്നസ്, സ്ത്രീ. ഗായിബ്, മറഞ്ഞ ആൾ. ഹാദിർ, മുന്നിലുള്ള ആൾ. മുതകല്ലിം, സംസാരിക്കുന്ന ആൾ. മാളി, കഴിഞ്ഞ കാലത്തിൽ നടന്ന ഫിഅല്. മഅറൂഫ്, പ്രവർത്തിച്ച ആൾ, അറിയപ്പെട്ടത്. മുസ്ബത്ത്, പ്രവർത്തിച്ചു എന്ന് സ്ഥിരപ്പെട്ടത്. ഇതാണ് 14 സീഗകൾക്ക് നൽകുന്ന പേരുകൾ. ഈ പേരുകളെ എങ്ങനെയാണ് 14 സീഗകൾക്ക് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ 14 സീഗകളുടെ അർത്ഥം പഠിച്ചിട്ടുണ്ടല്ലോ. അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു, അവർ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു, അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിച്ചു എന്ന്. അങ്ങനെ അവസാനം വരെ നാം പഠിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. എന്നാൽ ഒരാൾ പ്രവർത്തിച്ചു എന്ന് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വഹ്ദാൻ എന്ന് പേര് നൽകണം. രണ്ടാൾ പ്രവർത്തിച്ചു എവിടെയെല്ലാം ഉണ്ടോ അവിടെ തസ്നിയ എന്ന പേര് നൽകണം. കുറേ ആൾ പ്രവർത്തിച്ചു എന്ന് എവിടെ കാണുന്നുവോ അവിടെയെല്ലാം ജംഅ് എന്ന പേര് നാം നൽകണം. പുരുഷൻ എന്ന സ്ഥലത്തെല്ലാം മുദക്കർ എന്ന പേരും സ്ത്രീ എന്ന സ്ഥലത്ത് മുഅന്നസ് എന്ന പേരും നൽകണം. ശേഷം അവൻ, അവർ, അവൾ എന്നുള്ള സ്ഥലത്തെല്ലാം ഗായിബ് എന്ന പേരും നീ, നിങ്ങൾ എന്ന സ്ഥലത്തെല്ലാം ഹാദിർ എന്ന പേരും ഞാൻ, ഞങ്ങൾ എന്ന സ്ഥലത്ത് മുതകല്ലിം എന്ന പേരും നൽകണം.
അവസാനത്തെ പദം ഫഅൽന എന്ന പദം രണ്ടാൾക്കും കുറേ ആൾക്കും ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ രണ്ട് പേര് ഒന്നിച്ച് നൽകണം. അഥവാ തസ്നിയ എന്നും ജംഅ് എന്നും പറയണം. പിന്നെ മാളി മഅറൂഫ് മുസ്ബത്ത് എന്ന പേരാണ്. അത് 14 സീഗകൾക്കും നൽകുന്ന പേരാണ്. അതിൽ വ്യത്യാസമില്ല. ഓരോന്നിനും മാളി മഅറൂഫ് മുസ്ബത്ത് എന്ന് കൂട്ടിച്ചേർക്കണം. നോട്ടിൽ എഴുതി വെക്കാൻ ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. 1. ക്ലാസ്സിൽ പറഞ്ഞ പദങ്ങളും അതിൻ്റെ അർത്ഥവും പറയുക. ഉത്തരം: വഹദാൻ ഒരാൾ, തസ്നിയ രണ്ടാൾ, ജംഅ് കുറേ ആൾ, മുദക്കർ പുരുഷൻ, മുഅന്നസ് സ്ത്രീ, ഗായിബ് മറഞ്ഞ ആൾ, ഹാളിർ മുന്നിലുള്ള ആൾ, മുത്തക്കല്ലിം സംസാരിക്കുന്ന ആൾ. ചോദ്യം 2. ഗായിബ്, ഹാളിർ, മുത്തക്കല്ലിം ഈ പേരുകൾ നൽകേണ്ടത് എവിടെയാണ്? ഉത്തരം: അവൻ, അവർ, അവൾ എന്ന സ്ഥലത്ത് ഗായിബ് എന്ന പേരും നീ, നിങ്ങൾ എന്ന സ്ഥലത്ത് ഹാളിർ എന്ന പേരും ഞാൻ, ഞങ്ങൾ എന്ന സ്ഥലത്ത് മുത്തക്കല്ലിം എന്ന പേരും നൽകണം. ചോദ്യം 3. 14 സീഗകൾക്കും പറയുന്ന വ്യത്യാസമില്ലാതെ പറയുന്ന പേര് ഏതാണ്? ഉത്തരം: മാളി മഅറൂഫ് മുസ്ബത്ത്. ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് തുടരും. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.